എന്തിനെനിക്ക് സൈക്യാട്രിക് ഡ്രഗ് നൽകി? എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല? എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല. എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന്, സ്കീസോഫ്രീനിയാണെന്ന് എന്തിനിവര് കള്ളം പറഞ്ഞു? ഇതാണ് എന്റെ കൺസേൺ. ചോദിക്കുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നുള്ളത് അഡ്വക്കേറ്റ് സംസാരിച്ചിട്ട് ഞാൻ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. പറഞ്ഞു കേട്ടോ. എനിക്ക് എന്തുകൊണ്ട് പേര് പറയാൻ പേടിക്കും? എഫ്ഐആർ ഇടാവണം. ഇനി സീസൺ തീരാൻ ഇനി 3-4 ദിവസം എന്തുകൊണ്ട് ആ പേര് പറയാൻ പഠിക്കുന്നു? ഇത് തന്നെയാണ് ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. അപ്പൊ ഇനി പത്രസമ്മേളനം നടത്തി ഇനി അവരെന്തെങ്കിലും ചർച്ചയ്ക്ക് വരുന്നു, ഇതാണോ? അതിനു വേണ്ടിയാണ് ഇനി എന്തുകൊണ്ട് പേര് പറഞ്ഞു? ഞങ്ങൾ ഈ ഓഡിയോ കൊണ്ടേ ഞങ്ങൾ ലാബിൽ കൊണ്ടേ പരിശോധിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ആരാണ് പറഞ്ഞതെന്നും ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന എഫ്ഐആറിന്റെ കോപ്പി വരുമ്പോൾ ഞാൻ പുറത്തുവിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും ഈ 3 പേര് ആരാണെന്നും അവർക്കെതിരെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഓഡിയോയിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ള സംഭവം, ഇതെല്ലാ കണ്ടസ്റ്റൻസിനോട് അവർ പറയുന്ന ഒരു പോയിന്റ് ആണ്. പുറത്തിറങ്ങി ഇപ്പം രതീഷ് ആണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം മീഡിയാസിനോട് വൈകിട്ട് കിട്ടിയ ശേഷം രതീഷിനോട് മറ്റു മീഡിയാസിനോട് സംസാരിക്കും. അത് അങ്ങനെ കിട്ടുന്ന ഒരു മാർഗം ആയിട്ട് കണക്കൂട്ടി. അത് മാത്രമല്ല, അതൊന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് മാത്രം ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചില്ലേ? അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അത് വിടാം. ഉറപ്പായിട്ടും ആ എഫ്ഐആറിൽ എന്തായാലും പ്രതികളുടെ പേരുണ്ടാവും. അപ്പൊ പിന്നെ ഞാനായിട്ട് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പറയുന്നതിന്റെ പേരിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത്. എനിക്ക് ഞാൻ ഒരു കാര്യം ക്ലിയർ ആയി. അല്ല, ഇത് ഒരുപാട് ദിവസം ഇല്ലല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, പേര് പറയാത്തത് എനിക്ക് കാശ് വേണ്ട. ഇവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല. ഓൾറെഡി അത് കഴിഞ്ഞു, ഇനി അതില്ല. ആ ഒരു ആവശ്യം എനിക്കില്ല. അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല. ഇല്ലീഗലായിട്ട് കൺസൾട്ട് ചെയ്ത ഡോക്ടറുടെ പേര് സാവന്ത്, ഡോക്ടർ സാവന്ത്. സൈക്യാട്രിസ്റ്റ് എന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത്. എനിക്കറിയില്ല. സാവന്ത് എന്നാണ് അതിന്റെ പേര് പറഞ്ഞത് എന്നോട് കേട്ടോ. എന്താണ്? ഇല്ല അങ്ങനെ ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ മത്സരാർത്ഥികളുമായി സംസാരിക്കുന്ന ഈ മനസ്സിലായി. ഒരു കാര്യം കൂടെ പറയാം. ഇതേ സാവന്ത് ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ കയറുന്നതിന് മുന്നേ നമുക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ആണ്. 1 മണിക്കൂറോളം ഇയാളോട് സംസാരിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇയാളോട് തുറന്നു പറഞ്ഞു. ഇയാൾ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ്. ഇപ്പോൾ സിബിൻ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല. അതെന്റെ മെഡിക്കൽ എത്തിക്സ് ആണ്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പേരില് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്കം കയറ്റലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്കുണ്ടായ ഇറക്കം, ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു. അതെല്ലാം അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് എനിക്കിതിൽ ഉപയോഗിച്ചു. ഒരു കാര്യം, അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്തൊരു സൈക്കാട്രിസ്റ്റ് ആണെന്ന് താങ്കൾ പറയുന്നു. താങ്കൾക്ക് ഇല്ലീഗലായിട്ട് മെഡിസിൻ തരാൻ വേണ്ടി നിന്ന ആളാണെന്ന് പറയുന്നു. സ്വാഭാവികമായും ഒരു പരാതി നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആളായി അദ്ദേഹം വരേണ്ടതാണ്. എഫ്ഐആറിന് അദ്ദേഹത്തെയാണോ പ്രധാനമായും താങ്കൾ ഉൾപ്പെടുത്താൻ ഒരു പ്രധാന കൺസേൺ അല്ലേ? താങ്കളുടെ മെന്റൽ ഹെൽത്ത് തകർത്തു എന്ന് പറയുന്ന ഒരാളെ ഏറ്റവും പ്രധാനമായി താങ്കൾ ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിക്കുന്നു? തീർച്ചയായും ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും പറയും. അല്ല, ഏഷ്യാനെറ്റിന്റെ ആളാണ്. അതെ. ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ്. ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ ആളാണ്. തുടക്കം മുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആളാണ് ഇദ്ദേഹം തന്നെയാണ്. 50% ആണ് കൃത്യമായിട്ട് വേണം. ഇല്ല, ഞാൻ വളരെ മാന്യമായി പറഞ്ഞു. അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് തുക കൂട്ടിയാണ് ഇപ്പൊ ഇവര് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഷോയാണ്. ഇത് 24 hours നിൽക്കുന്ന ഒരു ഷോ ആകുമ്പോൾ കൂടുതൽ പേയ്മെന്റ് തരണം. മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അർഹിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. ഇല്ല, അതിന് ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. താങ്കൾക്ക് പേയ്മെന്റ് സെറ്റ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്ട് ആയിട്ടാണ് താങ്കൾ പോകുന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം സംസാരിക്കാതിരിക്കുവാൻ വേണ്ടി താങ്കൾക്ക് അത്രയും കൂടി പേയ്മെന്റ് വീണ്ടും തന്നു എന്ന് പറയുന്നു. അത് താങ്കൾ അതിനെ ഓൺ ചെയ്തോ? അതായത് തന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കാമെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ചുമ്മാ പൈസ അയക്കുകയായിരുന്നു. ഇല്ല, ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ. എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു.
നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ. അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു, എന്റെ പേയ്മെന്റ് എന്തായി, അപ്പൊ ഇവര് പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീണ്ടും പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ കൂടെയുള്ള മത്സരം, എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി, 2 ആഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു. ഇമെയിലിൽ ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിലാണ്. ഈ ചാനലിന്റെ ബിസിനസ് ഹെഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട്, ഞാനൊരു ജീവിതത്തിൽ ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ്, അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇവർ ഇൻവോയ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവര് രണ്ടാമത് എന്നോട് ഒരു ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു ഇൻവോയ്സ് കൂടെ വേണം അന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മറ്റൊരു ഇൻവോയ്സ് അയച്ചു. അപ്പൊ ഈ ആദ്യം കൊടുത്ത ഇൻവോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത്തെ ഇൻവോയ്സിന്റെ പേയ്മെന്റുമായിട്ട് 2 പേയ്മെന്റാണ് എനിക്ക് തന്നത്. എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇനി ദയവ് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത്, ഈ കാശ് നിനക്ക് ഡിസേർവ് ചെയ്യണം. ഞാൻ പറഞ്ഞു സാർ, ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും 1 രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യം പറഞ്ഞു. ആ കാശ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നോട് ഇദ്ദേഹം, ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ചാനലിലെ ഒരു കൺസേൺ ആള് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്, ഇതുവരെ ഉണ്ടായിട്ടില്ല. സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാനായിരുന്നു ഞാൻ ഇരുന്നത്. ഈ അവസാനമായിട്ട് ഒരു കാര്യം കൂടി എടുത്ത് അതിലൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞു. ഇപ്പോ അത്രയും ഗുരുതരമായി തങ്ങളെ അഫക്ട് ചെയ്യുന്ന, മെന്റലി തങ്ങളെ തകർക്കുന്ന രീതിയിൽ പെരുമാറിയ ഒരാളുടെ പേര് ഈ അവസാന ഘട്ടത്തിലും വെളിപ്പെടുത്താതെ അത് FIR വരുമ്പോഴേ ഞാൻ പറയൂ എന്ന് പറയുന്നതിൽ ചിലപ്പോ ആളുകൾക്ക് തോന്നാം അത് എന്തെങ്കിലും താല്പര്യങ്ങൾ താങ്കൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള തോന്നലുണ്ടാകാം. അതിന്റെ ഒരു ആവശ്യം ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അവസാന ഘട്ടം അല്ലല്ലോ, ഈ ഷോ തീരുന്നതല്ല എന്റെ അവസാന ഘട്ടം. എനിക്ക് നീതി കിട്ടുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടം. ഈ ഷോ തീർന്നോട്ടെ, ഈ ഷോ തീർന്നാൽ എന്താ കുഴപ്പം? ഞാൻ ഈ ഷോ തീരുന്നവരെ കാത്തിരുന്നതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കൃത്യമായി നിയമപരമായി ഞങ്ങൾ 1 മാസമായി, ഞാൻ ഏതാണ്ട് 1-1.5 മാസത്തോളമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ മണ്ണേലി കിടന്ന് അതും പറഞ്ഞ് തമ്മിൽ തല്ലി ആളുകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോയതിൽ ഫസ്റ്റ് ഓഫ് ഓൾ അഭിനന്ദനങ്ങൾ. ഓൺലൈൻ മീഡിയനോട് എന്റെ മാത്രം അഭിനന്ദനങ്ങൾ. കാരണം ഓൺലൈൻ മീഡിയക്ക് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ പറയുള്ളൂ. ബ്രോ, അപ്പൊ ഇനി FIR പുറത്തു വരാതെ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പൊ ദിലീപേട്ടൻ കേസുകളിൽ അവര് പല കാര്യങ്ങളും പുറത്തു വരാത്തത്, FIR വരാത്തതൊക്കെ പല കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പൊ ദിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു ചിത്രീകരിക്കുന്നത്. എക്സാക്ട്ലി അത് തന്നെയാണ് കാര്യം. അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട, വകവെക്കണ്ട എന്നുള്ളൊരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത്. വളരെ കൃത്യമായി. അല്ല, ഒരാള് ചോദിച്ച ആരാ ചോദിച്ച? ആ ഒരു കോൺട്രാക്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടും, രണ്ടുപേരും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ആ കോൺട്രാക്ട് ആദ്യം നമ്മൾ വേണ്ടത് ഒരു ലോഫുൾ കോൺട്രാക്ട് ആയിരിക്കണം. ഒരിക്കലും ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. അത് അബിൻഷ്യ ഓയിഡാണ്. അത് തുടങ്ങിയ സമയം, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് ഓയിഡാണ്. അതായത് ഇദ്ദേഹത്തിനെ ഒരു ഹോട്ടൽ മുറിയിൽ 3 ദിവസത്തോളം, അതായത് 4 ദിവസം അടുപ്പിച്ച് ഇയാളെ കൂട്ടിയിടുക. ആ 167 CRPC പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇയാളെ 3 ദിവസത്തിന് മുകളിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, അയാളെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല, ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനുപരി ഇയാൾക്ക് സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുകയാണ്. വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി. അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ പിന്നിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ബാക്കി പല മത്സരാർത്ഥികളും അങ്ങനെ തന്നെ. ഇപ്പൊ സിജോ 3 ആഴ്ചയോളം അവരുടെ കസ്റ്റഡിയിലായിരുന്നു, അവരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇത് പോകുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യമില്ല, ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. വീട്ടുകാരെ ബന്ധപ്പെടാനും വീട്ടുകാരുമായിട്ട് ഇടപെടാനും സമ്മതിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അങ്ങനെ പൂട്ടി കൺസ്ട്രെയിൻ ചെയ്തതല്ല, അദ്ദേഹം ഹോസ്പിറ്റലിൽ എന്നെ ഒരു ഹോട്ടൽ മുറിയിലാണ് ലോക്ക്. മദ്യപിക്കുന്ന ആളാണ്. ആ. അപ്പോ രണ്ട് ബെഡിൽ ഇരിക്കണമെന്ന് പറയുന്നത് ചുമ്മാ നമുക്ക് വിഷയത്തിൽ നിന്ന് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ വിത്ഡ്രോവൽസിന്റെ ഉണ്ടെന്ന് പല ആരോപണങ്ങളും പല ആരാണ് ഒരു ആരോപണം, അത് കള്ളമാണ്, പച്ചക്കള്ളമാണ്. അങ്ങനെയല്ല, ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു മദ്യപാനിയല്ല, ഒക്കേഷണൽ ഡ്രിങ്കറാണ്, സോഷ്യൽ ഡ്രിങ്കറാണ്. പുറത്ത് പോകുന്നത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ആ. നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. പിന്നീട് ഞാൻ പുറത്ത് പോകാനിഷ്ടം, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറയുന്നുണ്ട്. അങ്ങനെയാണ് വീണ്ടും തുടരാറ്. അതിന്റെ ഇടയ്ക്ക് വല്ലതും ഈ മത്സരാർത്ഥികളോട് പറയുന്നതായിട്ട് എനിക്ക് മെമ്മറി ഉണ്ടായിരുന്നു. മത്സരാർത്ഥികളോട് അവിടെ ഉള്ള കൂടെ ഉള്ള ആളുകൾക്ക് പറഞ്ഞ മെമ്മറി ഉള്ള ഒന്നാമത്തെ എന്ത് പറഞ്ഞതായിട്ട്? എനിക്ക് തിരിച്ചു പോകണം. എനിക്ക് പുറത്തേക്ക് പോകണമെന്നോ? ആ ആ കേട്ടോ, അതൊക്കെ ഇതിലും വലിയ ക്യാമറയിൽ ഞാൻ ചമം. തിരിച്ചു പോകണമെന്ന് പറയുന്നു. ആ, ഈ മരുന്ന് തന്നതിന് ശേഷം അന്ന് കുറഞ്ഞാൽ കൈമാറുന്നു. എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് മരുന്ന് തന്നിട്ടില്ല. ഉറങ്ങി ഉറങ്ങി ആദ്യത്തെ ദിവസം തിരിച്ചു വന്നപ്പോൾ ഞാൻ പോയിട്ട് ഉറങ്ങി പറയുന്നുണ്ടായിരുന്നു. ഇല്ല ഇല്ല, ഞാൻ ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ഇവര് പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, അവിടെ നേരെ പുറത്ത് എന്നെ ജസ്റ്റ് കൺഫെഷൻ റൂമിൽ നേരെ ജസ്റ്റ് പുറത്തേക്ക് ഇറക്കി. ആ പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ 3 അധികൃതർ വരുന്നു, പുറത്ത് പോകരുത്, ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു പുഷ് ചെയ്തകത്ത് കയറ്റിയതാണ്. ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നെ ഇവരകത്തേക്ക് കയറ്റിയതാണ്. തിരിച്ച് പാലിക്കാതെ തിരിച്ച് പുഷ് ചെയ്ത് എന്നെ അകത്ത് കയറ്റിയത്, നിർബന്ധമായി കയറ്റിയത്. ആവാം, അതിന്റെ പിന്നിലെ വികാരം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വാങ്ങിയ സമയത്ത് ഇതും അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ജാസ്മിനെതിരെ കളിച്ചുകൊണ്ട് കൂടിയാണോ? നമുക്ക് വിഷയം ഇതിൽ നടക്കണം. ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല, ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയുന്നത്. ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണ് ഇതിന് മറുപടി പറയുന്നത്. വിളിച്ചു പറഞ്ഞു ഇല്ല, ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത്, അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതല്ലേ, നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുകയാണ് ഇവര്. ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്, അവസാനമായിട്ടാണ് പറയുന്നത്. അപ്പോഴൊന്നും അവർ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അതെ, സംശയമാണ് എന്റെ, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതെ അതെ, തമിഴ് സീസണിലുണ്ട്. അതെ, ഉണ്ടാവാം, അന്വേഷണത്തിൽ തെളിയട്ടെ, ഉണ്ടാവാം. അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് ഇവര് തന്നിട്ടില്ല. അറിയിച്ചിരുന്നു, ഒരു നടപടി ഉണ്ടായില്ല. അറിയിച്ചിരുന്നു, ഇല്ല. ടാസ്കിൽ ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമത്വം കാണിക്കും. 2, ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും. ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഞാനിപ്പോ എന്താ പറയാ, ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും. അപ്പം ഇത് അതിന്റെ ടാസ്കുകളുണ്ട് ബ്രോ. ഇപ്പൊ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം കാണിച്ചാണെന്ന് എല്ലാവരും ചർച്ച ചെയ്തതാണത്. ഞാൻ പുറത്താവുന്ന ആ ദിവസമുള്ളത്. 2, ഇവർ എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അഭിഷേക് ചെയ്തത് ഉൾപ്പെടെ എല്ലാവരും പുറത്തു വന്ന് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു. ഇപ്പൊ അവസാനം ഇറങ്ങിയ സിജോയുടെ സൈഡിൽ നിന്ന് ഉൾപ്പെടെ അത് ചെയ്യാം, മത്സരത്തിന്റെ ആവശ്യമാണ്. പിന്നെ 3ാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്ത് തളർത്തി പുറത്താക്കുന്നത്. ഈ മരുന്ന് കഴിച്ചു എന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവരും പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരും വരും. അല്ല, ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ നിയമപരം കാര്യം എല്ലാവരും ഇവര് അടച്ചുപൂട്ടിയിടുന്നത് ബ്രോ ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇവര് പീഡിപ്പിക്കുന്നത്. കോൺട്രാക്ട്. അതെ, എനിക്ക് അറിയില്ല, ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാണ് തന്നത്.
അത് സ്കീസോഫ്രീനിയുടെ മരുന്ന്, ഇതെല്ലാം ഒരു കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കും ബ്രോ. ഇവര് മരുന്ന് തരുന്നെന്ന് പറഞ്ഞ ഒരു ചെറിയ പീസായിട്ടാണ് തരുന്നത്. അത് എന്താണ് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഇവർ അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു. ഇതിൽ കൃത്യമായിട്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും, ഒലാൻ സപ്പായം എന്ന് വായിക്കാൻ പറ്റും. ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഇതിനകത്ത് കൃത്യമായി ആ മരുന്നിന്റെ മറ്റ് ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ ഇത് പൂർണ്ണമായും സിബിൻ്റെ പത്രസമ്മേളനമാണ്. ഞാനിതിൽ വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം, ഈ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത്. നഷ്ടങ്ങളെയൊക്കെ പൊതുവെ എല്ലാവർക്കും വലിയ ഭയവുമാണ്. തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൻ എന്നോട് പേഴ്സണലി അവൻ്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയാം. അത് ആമുഖമായി പറയട്ടെ, ഇത് എൻ്റെ പത്രസമ്മേളനമല്ല. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുക, പറയാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിൻ്റെ പത്രസമ്മേളനമാണ്. അഖില നിയതി പോകരുത് എന്ന് എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിച്ചു. അവരെന്നോട് പറഞ്ഞത്, സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ? അവൻ പറയുന്നത് കള്ളത്തരമല്ലേ? ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് 100% സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. അത് പറയാനുള്ള കാരണം, സിബിനെ പോലൊരാളെ സംബന്ധിച്ച്, ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അവൻ്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തോടു കൂടി കോടതി വഴി DGP കൊണ്ട് നിങ്ങൾ എത്ര പേര് പോകും? ഇപ്പം നമുക്കെല്ലാവർക്കും ഇത്തരം വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു. എന്താണ് ലാഭം? അപ്പോൾ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് അവൻ്റെ പേര് മാറ്റി, റിലീസാവാൻ പോകുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റി, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ത്രെട്ടുകൾ, ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി. ആ വേദനിക്കപ്പെട്ട മനുഷ്യൻ്റെ ഒപ്പമാണ് ഞാൻ അന്ന് സമയത്തും ഈ മരുന്ന്, ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, സൈക്കാട്രിക് ഡിവിഷനുള്ള കമ്പനി വർക്ക് ചെയ്തതാണ്, റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം. ഒരു അല്പം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി. അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം. തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മത്സരാർത്ഥി ഞാൻ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു. വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക, അത് പസിൽ ടാസ്ക് ആണ്. പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല, അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് ജയിക്കാൻ പറ്റില്ല. അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ടാസ്കിൽ ഷിജുചേട്ടനാണ് ജയിച്ചത്. ആ ടാസ്കിൽ തന്നെ ഷിജുചേട്ടന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാണ് മറന്നുപോയി, ഒരാളോട് ഉണ്ടായിരുന്നു. അയാളുടെ പസിലും അപ്പുറത്തിന് ആരോ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ കുറെ സമയം ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക. സമാനമാണ്. ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം. കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ 63ാമത്തെ ദിവസത്തെ എവിക്ഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ്, വോട്ടിംഗിൽ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം. അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം. അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞൊരു ടാസ്ക്. ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത്. എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കുകയും ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണിലെ ഏറ്റവും ബോറിംഗ് ടാസ്കും എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്കുമാണ്. നമ്മൾ ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ഒരു ടാസ്കുമാണ്. ഈ ടാസ്ക് ഒരിക്കലും ആരും, കാരണം നിങ്ങൾ ആലോചിച്ചു, നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ബോറ ടാസ്കാ. ഒരാഴ്ച മൊത്തം വന്നിരുന്ന മത്സരാർത്ഥികൾ കഥ പറയുക. ഇപ്പൊ ഞാനൊക്കെ വന്ന് പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലല്ല ടെലികാസ്റ്റ് ചെയ്ത്, പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം, അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലിൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഷിജുചേട്ടൻ നടുവേദന പിടിച്ച് കിടക്കുന്ന ആളെ ജയിക്കാൻ പറ്റില്ല. വിഷ്ണുവും മിഥുനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15-16 മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. 2 ടാസ്കിൽ നാദ്ര വിജയിച്ചു.
മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത്, സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ്. ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രാജ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദ്ര ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു, സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു. ആദ്യത്തെ ടാസ്കിൽ 10 പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് 19 പോയിന്റ്, 16 പോയിന്റ് ശോഭയ്ക്ക്, 19 പോയിന്റ് നമ്മുടെ നാദ്രയ്ക്ക്. അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിത്തപ്പി കോയിൻ എടുക്കുന്ന ടാസ്കാണ്. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര. അപ്രതീക്ഷിതമായിട്ട് നാദ്ര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയങ്കര നാദ്ര പണ്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ളൂ. നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദ്രയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ. പിന്നെ ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ്. അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും. ഇപ്പൊ ഫാമിലി വീക്കിൽ ഒരാളെയൊക്കെ അകത്തേക്ക് കടത്തി വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുക. അപ്പൊ ഉദാഹരണം ഷിജി ചേട്ടന്റെ കണ്ണ് കെട്ടിവെക്കുന്നു, മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും. ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ്, മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വൈകാരിക തലത്തിൽ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം. അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല. എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. എനിക്ക് പ്ലെയിൻ എൻട്രിയാണ്, അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ്. അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല, അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം. ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം. ഇപ്പൊ സിവിൻ ഉദാഹരണത്തിന് ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൂടുതൽ ഡൗൺ ആക്കുക. ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത്. കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യാതൊരു റോളും ഇല്ല ആ ടാസ്കിൽ, അവിടെ പുറത്തു പോയി നിൽക്കണം. പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച്, അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിനാലയിൽ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ്. അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു. അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത്. അവരുടെ ഒരു ഒറ്റ കടുംപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം. അതിനാൽ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടുന്നൊക്കെ ചിലർ പറഞ്ഞു. എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല. നല്ലൊരു മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരവരുടെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിസ് ഈസ് ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി, ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല. ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അങ്ങനെ ദിവസത്തെ പാക്കപ്പ്, അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ്. കാരണം അവരാഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ല. കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു വരുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു. അതിന്റെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു. അല്ല, ഞാൻ വിജയിച്ച ആളല്ലേ, ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത്, ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട്. അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ, നമ്മുടെ സിബിനോട് പറഞ്ഞ ഇതേ അദ്ദേഹം, ഈ പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ഒരു PR ആയിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലെ പൈസ ഒന്നും ചോദിക്കരുത്, അഖിലിന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള വലിയൊരു മൈലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? ഞാൻ പറഞ്ഞല്ല, തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ അറിയാത്ത പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കരുത്. പൈസ തന്നെങ്കിലേ ഞാൻ അത് ചെയ്യും. അപ്പൊ പൈസ തരരുത്. അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല, ഇപ്പോഴും ഇത് പറയേണ്ട കാര്യം എനിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് നിശബ്ദത പാലിച്ചൂടെ? എനിക്ക് എന്താണ് നഷ്ടം? ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ കയറി പോകേണ്ട ആളായിരിക്കാം. ഹോട്ടൽ ക്ലാസ്സിൽ ഒരുപക്ഷെ എന്നെ അവർ വിളിച്ചേനെ. എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ്. പ്രവീൺ ചിലപ്പോൾ ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അല്ലേ ഇത്, നമ്മൾ പറഞ്ഞല്ലോ. അത് എനിക്ക് എന്നോട് അന്ന് സംസാരിച്ച ആള് പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ PR ഹെഡായിരുന്നു. അന്ന് എന്നോട് സംസാരിച്ച ആള് അന്ന് ഞാൻ പറഞ്ഞത്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞത്. എന്റെ അടുത്ത് ഷെയർ ചോദിച്ചു, ഷെയർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കാനൊന്നുമില്ല, പിന്നെ അഡ്രസ് കൊടുക്കാൻ ചോദിക്കട്ടെ. പുള്ളി എന്തെങ്കിലും കിട്ടിയ ചോദിക്കൂ. താങ്കൾ പറഞ്ഞ പ്രവീണിന്റെ കാര്യം ഈ
താങ്കളുടെ അതെ. വിഷയത്തിൽ മാത്രമാണല്ലോ. അതെ. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവീൺ ഉണ്ടെന്ന് പ്രവീണാണ് താങ്കൾ വിശ്വസിക്കുന്നത്. ഈ സിബിന്റെ കേസിലൊക്കെ പ്രവീണാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അല്ല, അദ്ദേഹവും ഉണ്ടാവും. കാര്യം അദ്ദേഹം ഉത്തരവാദപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത്, എന്നോട് പേഴ്സണലി പറഞ്ഞത്, അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു. പൈസ മേടിക്കരുത്, കോൺട്രാക്ട് ഉണ്ട്, തിരിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ ആള് പ്രവീൺ എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഇപ്പൊ ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ, പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിനിമയോട് പറഞ്ഞു, ജാൻമണിയെ ഹോട്ടൽ ടാസ്ക് കയറ്റി വിടാം, ഗസ്റ്റായിട്ട് കയറ്റി വിടാം, അഖിൽമാർക്കെതിരെ വീഡിയോ ചെയ്യും. ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി, ഇവർ ഈ പെൺകുട്ടിയെ, അതാ ഞാൻ പറഞ്ഞത്, ഈ പാവം പിടിച്ചവനെ ചതിച്ചതായി വരും. അത് അഖിൽമാരുടെ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് ചെയ്തുകൊണ്ട് ചാർത്തിക്കോളാൻ പറഞ്ഞു. ഇതെല്ലാം പ്ലാനാണ് ഇവർക്ക് ഇങ്ങനെ, അതായത് മനഃപൂർവ്വം ചെയ്യുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മളിപ്പോ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റൊന്നിനൊന്നും വേണ്ടിയിട്ട് പറഞ്ഞതല്ല, നമ്മുടെ ഉള്ളിൽ നീതി ബോധം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാം, പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ, അത്ര നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. താങ്കൾ ആരോപിച്ച ആരോപണത്തിൽ പ്രവീണാണോ? ഏതായിരുന്നു? താങ്കൾ പീഡനാരോപണം അത് എന്നെ പീഡിപ്പിച്ചിട്ടില്ല. അല്ല, പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പീഡിപ്പിക്കാനുള്ള ആളല്ലോ. എന്നെ പീഡിപ്പിക്കുക അത് ഞാൻ നമുക്ക് വേറെ കണ്ടത് അതെ ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ്. അന്ന് വിഷയം മാറി. അത് വേണ്ട, ഇത് എന്റെ വിഷയമാണ്. എനിക്കിത് സംസാരിച്ചപ്പോൾ പറയാനുള്ള വേദി ഇപ്പൊ അഖിലേട്ടൻ പറഞ്ഞൊരു കാര്യത്തിൽ കൂട്ടിച്ചേർന്ന് ഞാൻ പറയട്ടെ. സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അഖിലേട്ടൻ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. അതിനകത്ത് ഈ നാദറയ്ക്ക് വെള്ളം പേടിയാണ് എന്നിവരെങ്ങനെ മനസ്സിലാക്കി? എന്നിവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ്, ഒരു സംശയമില്ല. അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂറായിരുന്നു. എത്രത്തോളം സമയം നാദരയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് അവരെങ്ങനെ മനസ്സിലാക്കുന്നു? അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി അവർ മനസ്സിലാക്കുക. അത് തന്നെ മെഡിക്കൽ എത്തിക്സിനെതിരാണ്. ഒരു മിനിറ്റ് ശരി പോണമെന്ന് വീണ്ടും അകത്തേക്ക് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. ശിവന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന അക്രാസക്തരാവും അല്ലെങ്കിൽ ക്ലാസുകൾ ഉടയ്ക്കും, അങ്ങനെ പറയുന്ന ഒരു ആളെ അവിടെ നിർത്താൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉറപ്പ് തന്നെ 150%. ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല? ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ച് പൊട്ടിക്കണോ? ആ കണ്ടന്റ് കിട്ടിയാൽ നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കൃത്യമായ ബോധ്യമാണ്. 150% അങ്ങനെയാണ് എന്നെ പുറത്താക്കിയതല്ല ഹൈദരാബാദിന്റെ പ്രശ്നം. പുറത്താക്കിയതല്ല. ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല, അത് തന്നെയാണ്. കൂട്ടിയിട്ടത് റോങ്ഫുൾ കൺഫൈൻമെന്റ്. എനിക്കങ്ങനെ പുറത്താക്കിയതിൽ എനിക്കങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് ഞാൻ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിനുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ്. ആ അനീതി ഇതാണ് അനീതി. റോങ്ഫുൾ കൺഫൈൻമെന്റ്, മരുന്ന് തരിക, എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക, എന്നെ ഒറ്റപ്പെടുത്തുക. ബേസിക്കലി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടാർഗറ്റ്. അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്കുണ്ട്. ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. എന്നോട് ഞാനത് പറഞ്ഞോട്ട് സഹോദര, അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിന്ന് എന്നെ സഹായിക്കുന്ന ആൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സിബിൻ ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം മീഡിയ ഇൻഡസ്ട്രി, ഹി ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ബിഗസ്റ്റ് ടൈക്കൂൺ. ആ മെസ്സേജ് എനിക്ക് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നിങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് സിബിന്റെതായിട്ടുള്ള കൂട്ട് കട്ട് ചെയ്യുക, എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ചെയ്തൊരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാലും ഈ മരുന്ന് തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാൻ നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ? നിയമപരമായിട്ടുള്ള കാര്യമാണ്. കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരുന്നല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം 6 വർഷം റോഷാക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇങ്ക് ടെസ്റ്റ്, ബ്ലൂ ഇങ്ക് ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റിന്റെ പേരാണ്. അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ.
അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു മെഡിക്കൽ ക്രൈമായിട്ട് തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇറങ്ങിയ സമയത്ത് അതിലേറെ മത്സരിച്ച വിജയിക്കുന്ന ഒരു കണ്ടസ്റ്റാണ്. എന്നിട്ട് അത് അത്ര വീഡിയോണ്ടായിരുന്നു. സാബുപോലെ അത് കണ്ടിട്ട് തീരുമാനമാണ്. പക്ഷെ പിന്നീട് വന്ന് എപ്പിസോഡില് പുള്ളിക്കാരനെ ഗസ്റ്റായിട്ട് വിളിച്ച് തമ്മിൽ തട്ടോടെ അതിനെ വിളിച്ചെത്തി വേണമെന്ന് വെച്ചാൽ തങ്ങളെ അല്ലാത്ത കൈകാര്യം കിട്ടും. അങ്ങനത്തെ ഓഫറുകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഓഫറുകൾ വന്നായിരുന്നു. അല്ല, നാണം കെട്ടും പണം നേടിയത് നാണക്കേടാ പണം മാറ്റിയിട്ടൊന്നുമില്ല. ദീപസ്തംഭം മഹാചര്യം എനിക്ക് കിട്ടണ പണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകൾ ചേഞ്ച് വരുത്താം. എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും പറയാമില്ല തുടങ്ങി. അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അവിടെ യോജിപ്പൊന്നുമില്ല. പിന്നെ സിബിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സിബിൻ ജയിക്കേണ്ട മത്സരത്തിൽ ഞാനല്ലല്ലോ പ്രേക്ഷകരാ പറഞ്ഞത്. എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുന്നിൽ വന്നൊരു മത്സരമാണ്. അപ്പൊ അയാള് വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചത് ആ ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. പുറത്താക്കിക്കൊണ്ടേ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഒരു മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കും. പക്ഷെ അതൊരു എന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാകുന്നു. നാളെ ഇല്ല സിബിൻ ഇറങ്ങി. ഇപ്പൊ നിങ്ങളിപ്പോൾ തന്നെ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം, നിനക്ക് തനിക്കൊഴിവില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം. അതായത് ഒരു ചെറുപ്പക്കാരന്റെ നമ്മൾ കേരളത്തിൽ 3.5 കോടി ജനതയുണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ? അത് നാളെ എത്ര പേരായി മാറിയേക്കാം. നാളെ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരൊക്കെ ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ സംഭവിച്ചുകൂടെ? അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് സിബിനത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി. ഞാൻ അല്ല, അത് അവരുടെ കുഴപ്പമാണ്. ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ ഈ അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു നടി, അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം കൊണ്ട് അനുഭവം പറയുന്നു. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിബിൻ എന്നോട് ഹൈദർ തന്നെ ചോദിച്ചു, സിബിൻ കേസ് കൊടുത്തില്ല, അഖിൽമാരായിരുന്നു സംസാരിക്കുന്നുണ്ട്. കേസ് കൊടുത്തു. അത് അവന്റെ ചങ്കുറപ്പ്, അവന്റെ വിൽപ്പവർ, അത് ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും? ഇത് ചിലർ വിചാരിക്കും പോട്ടെ, ഇപ്പൊ സിബിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇനിയിപ്പോ കഴിഞ്ഞ നാളെ ഒരു സമയത്ത് കിട്ടുന്ന ഒരു അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കാം. അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പടച്ചു വന്നത്. ഞാൻ ഇത്രയും ഈ ബ്ലോക്കിനിടയിൽ കോട്ടയത്ത് പോയപ്പോൾ ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ എന്നോട് പറഞ്ഞു, എടാ ചിലപ്പം വരാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, അസീം ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പങ്കെടുത്തേ പറ്റും. ഇത് തീരുമാനിച്ചിട്ടാണ് ഞാൻ. ഇപ്പൊ അഖിൽമാരാറ്, സിബിൻ, ഇപ്പൊ വക്കീലുണ്ട്, എല്ലാവരും കൂടി ഇപ്പൊ ഒരു തിരിഞ്ഞു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും കൂടി അല്ല നിങ്ങളെല്ലാവരും കൂടി ഒരു തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ മുഖ്യ എതിരാളി എന്റെ മുർഷൈനാണോ ഏഷ്യാനെറ്റാണോ അല്ലെങ്കിൽ വ്യക്തികളാണോ? കമ്പനിയല്ല. കമ്പനിയെ നമ്മളെങ്ങനെ പറയാൻ പറ്റും? വ്യക്തികളാണ്. ഇപ്പൊ ഈ ഷോ അല്ല കുഴപ്പം. ഇപ്പൊ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ. എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലവും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ സിബിനെയും ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ ഇത്? എന്തുകൊണ്ട് നിങ്ങൾ വ്യക്തികളുടെ പേര് പുറത്ത് പറയുന്നില്ല? അഖിലിന്റെ ആരോപണമാണെങ്കിലും വ്യക്തികളുടെ പേര്, ഇത് ചെയ്ത ആൾക്കാരുടെ പേര് പറയുന്നില്ല. ഇപ്പൊ ഇതാണെങ്കിൽ ആ ചെയ്ത മീൻസ് വോയിസ് മെസ്സേജ് അയച്ച ആളുടെ പേര് പറയുന്നില്ല. അത് ആക്ച്വലി പ്രേക്ഷകരിൽ ഒരു സംശയം ഉണ്ടാക്കുന്നില്ലേ? അല്ല, ആ ഒരു സംശയം വേണ്ട. കാര്യം ഓൾറെഡി അത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ പേര് വന്നു കഴിഞ്ഞു. ഒന്ന് എനിക്ക് പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ലെന്ന് പറയാൻ വിമർശനം. ഫിറോസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് വില്ലിംഗ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു. സ്ത്രീകളുടെ വിഷയമാണ് പറയാത്തത്. വരും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫ്ഐആറിന്റെ കോപ്പി എടുത്ത് പേര് വരില്ലേ? ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അന്വേഷണം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. കാര്യം വെച്ചാൽ ആരാണ് അതെ, അതാണ് പറയുന്നത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ആരാണ് ഇദ്ദേഹത്തിനെ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്, 3 ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. അവിടുത്തെ എവിഡൻസ് റിക്കവർ ചെയ്യണം പോലീസിന്. അതിനുള്ള സാഹചര്യം ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാര്യം വെച്ചാൽ DGP കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പ്രേക്ഷകർ നോക്കുമ്പോൾ അവർക്ക് ഏഷ്യാനെറ്റിന് അറിയാം, എന്റെ മോൾ ഈ 2 ചാനൽ അറിയാം. ഈ വ്യക്തികളുടെ ഫോട്ടോ അടക്കം പുറത്തു വന്ന് ഇവരാണ് ഇത് ചെയ്തത് എന്നറിയാൻ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. 100%. കേസോടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിലിമിനറി സ്റ്റേജിലാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തത് കോടതിയിൽ എത്തും. എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാര് പ്രതിയാക്കപ്പെടും.
അതിനകത്ത് എഫ്ഐആർ പുറത്തു വരും, നിങ്ങൾക്കെല്ലാം ആരാണെന്ന് അറിയാൻ സാധിക്കും, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് പോലീസാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് നീതി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ കാരണം ബിഗ് ബോസിൽ ഇതിന് മുമ്പ് ഈ പറഞ്ഞ 3 പരാതി കൊടുത്തിട്ടുണ്ട്. അതെ. പക്ഷേ തമിഴ്നാട്ടിലാണ്, ഇത് കേരളമാണ്. എനിക്ക് ഇവിടെ അങ്ങനെ നടക്കൂല, എനിക്കത് 100% ഉറപ്പാണ്. അവിടെ നടക്കുമായിരിക്കും, ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇവിടെ ഇത് നടക്കൂല. ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് 100% ശാരീരികമായിട്ട് ഏതെങ്കിലും തരത്തില് ഉപദ്രവിക്കും എന്ന ഉണ്ട്. നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കമിട്ട് അവരുടെ ഫോട്ടോ എല്ലാം വെളിപ്പെടുത്തിയിട്ട് ഒരു പ്രസ് മീറ്റും കൂടെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതാ ഞാൻ പറയാം. ഈ FIR കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ? അത് കഴിഞ്ഞ് വിളിക്കുന്നതായിരുന്നു നല്ലത് പ്രസ് മീറ്റ്. അല്ല, അത് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട്. കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കണം എന്ന് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അയാളുടെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ അല്ല, ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതെന്ന് വെച്ചാല് ഈ പറയുന്ന ഒരാള് എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള്, അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല. അയാള് ഞാൻ ആരാണെന്ന് പറയാം, ജീവ സെൽവ എന്നാണ് പേര്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത്. ഇദ്ദേഹമാണ് എന്നെ ഫോളോ ചെയ്തുകൊണ്ട ആള്, സ്റ്റാഫാണ് എന്നാണ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും. അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ, ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോശയിൽ ജോലി ചെയ്യുന്ന, അവരെല്ലാരും ഇയാളെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. അവസാനമായിട്ട് ചോദിക്കട്ടെ, ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നീതി എന്താണ്? അതായത് ഈ പരിപാടി തന്നെ നിർത്തലാക്കണം എന്നുള്ള രീതിയിലാണോ, അതോ വ്യക്തികളെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണോ? ഒരിക്കലും ഇല്ല. പരിപാടി എന്തിനാണ്? ഷോ നാളെ തുടരണം. ഷോയിൽ നാളെ നല്ല മത്സരാർത്ഥികളും വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് നിയമപരമായിട്ടും ഉണ്ടാവണം, ചാനലിന്റെ ഭാഗത്തും ഉണ്ടാവണം. അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു മധ്യസ്ഥന്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തു നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട്, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഖില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട. പിന്നെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല, കാര്യം അവരുടെ ഒരു വലിയ ബ്രാൻഡ് വാല്യൂവിനെ ബാധിക്കും. ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഉടനെ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താകുന്നു വിശ്വസിക്കുന്നൊക്കെ മണ്ടൊന്നുമല്ല ഞങ്ങൾ. കാര്യം അങ്ങനെ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണ വിധേയമാകും. അപ്പൊ അത് പെട്ടെന്നുണ്ടാവില്ല. പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അതിലൊരാളുടെ മകളുടെ കല്യാണമാണ്, ആ കുട്ടിയുടെ ഭാവിയും കൂടെ കരുതിയിട്ടെങ്കിലും ഒന്ന് ഓക്കെ, അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിന് ലഭിക്കണം. ഇനി ഇതൊക്കെ നമ്മളിനി പറഞ്ഞില്ല എന്ന് വെച്ചോ, നാളെയും ധാരാളം ബിരുദത്തിന്റെ പിന്നാലെ കിടന്നോടുന്നുണ്ട് ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും. നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനകത്തൊരു അനുഭവം ഉണ്ടായേക്കാം. അതൊരു പക്ഷേ നമ്മളിലെ സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം വന്നു, ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു. ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ട് കാണുന്നെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം. ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി, സുബിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെ ആയിരിക്കും. ആരോപണത്തിനല്ല കേസ് കൊടുക്കുന്നത്, എനിക്കെതിരെ കേസൊന്നും അല്ല, സൈബറിൽ എല്ലാവർക്കെതിരെ. പക്ഷെ ഒരാണ് പോയി അതിലെ സമിതിയിൽ ഉണ്ടാകുന്ന അങ്ങനെ ഓഡിയോ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ശേഷം ഇങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഇത്രയും കാര്യം നടന്ന് ജോലി ഇങ്ങനെ നടന്നു കേസ് കൊടുക്കാം. വേണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പീഡനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ അതിന് ധൈര്യമാണ് സമൂഹം കൊടുക്കുന്നത്. ഇനി കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഈ പരാതി ഇതൊരു തുടക്കമാണ്. ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് സംഭവിച്ചിരിക്കുന്ന ഇതൊരു തുടക്കമാണ്. ഇത് കിട്ടാൻ, ഈ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമോ? പരാതി കൊടുത്തു ആ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണത ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന്റെ പിന്നിൽ, ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം, പുറത്തുനിന്ന് സംസാരിക്കണം. ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം. അതാണ് ഇതിലൂടെ എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് എന്നെ മാത്രം പ്രശ്നമല്ല, ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉണ്ട്, ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും, എങ്ങനെ ഭീഷണിയുണ്ട്? ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു.
അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ്. കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. എന്റെ അമ്മയൊരു ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നതല്ല കേട്ടോ, ആയിരിക്കാം, അത് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പിന്തുണയായിട്ട് ആ സീസണിലുള്ളവർ അതിലും പറഞ്ഞ സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സീസണിൽ അതിനോടൊപ്പം ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ സിബിന്റെ ഒരു വിഷയം വന്നു. ഈ സീസണിൽ നിന്ന് നല്ല ബന്ധങ്ങളുണ്ടായിരുന്ന ഒരാളുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഫോട്ടോ എടുക്കാൻ പോകുന്നു, ഇതിനൊക്കെ നമ്മൾ കണ്ടു. ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല ചേട്ടാ. ഓക്കെ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് സിബിൻ പറയുന്നതിൽ ഒരു സത്യമുണ്ടെന്ന് മുന്നോട്ട് വരാത്ത? എനിക്കറിയില്ല എന്താ, അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മത്സരാർത്ഥികളുണ്ട്. ഈ തെളിവുകളെ കാണിക്കുമ്പോൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ, ഇതാണോ, ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു പോയ മത്സരാർത്ഥികളുണ്ട്. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ്. അപ്പൊ എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി. അപ്പൊ ഞാൻ ചോദിച്ച് ഹൈദരാബാദ് ചോദിച്ചു ഇതേ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല? ഞങ്ങൾ സംസാരിക്കാം, ഞങ്ങൾ തുറന്ന് പറയാം എന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാനത് പ്രതീക്ഷിക്കുന്നു, അവർ സംസാരിക്കുമായിരിക്കും. ഒരു രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോള് വരികയാണ്. ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്. മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. ആ വരുന്ന വഴിയിൽ ഒരു കാറ് അവര് തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട്, അങ്ങനെ ഇടിച്ചെന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. അനന്തപുരി ഹോസ്പിറ്റലില്, തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ മമ്മി ICU ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു. മെഞ്ഞാൻ സർജറി, മെഞ്ഞാൻ ഇൻഷുറൻസ് ഉണ്ടായത്. മമ്മി ഇപ്പം ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ പേരിൽ പരാതി മുമ്പോട്ട് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാമെന്നുള്ള പറയും. കാര്യം ആ നമ്പർ, അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ CCTV ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ, കാറിന്റെ നമ്പർ അല്ല, ഫേക്ക് നമ്പറാണ്. അപ്പൊ അല്ല, അത് ഓബ്വിയസ്ലി ചിലപ്പം മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വിഷയമുള്ള കാർ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്റെ ലൈഫില്. വലിയ പോലീസ് സ്റ്റേഷൻ നമ്മൾ പരാതി മുമ്പോട്ട് പോയിട്ടുണ്ട്. മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് FIR ആണെന്ന് പറഞ്ഞു. എല്ലാ സീസണും ഇതുപോലെയൊക്കെ തന്നെയാണ്. അത് അവർക്ക് തൊടാൻ പറ്റാതെ കയറി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വന്നപ്പോൾ അതിനെയും ഡിസീസ് അൺഫെയർ എന്ന് പറഞ്ഞ് ആ ബാക്കപ്പ് പാർട്ടിയിൽ നിന്ന് മാറിയെന്ന കാര്യം ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത്. അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പൊ മനഃപൂർവ്വം മാറ്റി അവര് പറഞ്ഞാൽ കേൾക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്രാവശ്യം വെച്ചത്. എന്നാ മർദ്ദിക്കുന്നല്ല, ഉപദ്രവിക്കും. എനിക്ക് വെളിയിറങ്ങി നടക്കണ്ടേ എന്നാണ് ചോദ്യം. വെളിയിറങ്ങി നടക്കണ്ടേ? നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്, നിനക്ക് ബോധ്യമുണ്ടോ? ഇല്ല, അൺനോൺ കോൾസ് ആണ്, ഇന്റർനെറ്റ് കോൾസ് ആണ് വരുന്നത്. എനിക്കറിയില്ല, ചുമ്മാ ഞാൻ ആ സ്റ്റേഷനിൽ എത്തിയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു? എന്റെ ചോദ്യം, ഞാൻ നസറത്പട്ടി സ്റ്റേഷനിൽ എത്തിയത് എങ്ങനെ അറിഞ്ഞു? അവിടെ നിന്ന് ഈ ഇന്നോവ കാർ എന്തിന് ഫോളോ ചെയ്തു? കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ? ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.